എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം തക്കാളി ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കാം. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇതുപോലെ നല്ലൊരു തക്കാളി ചമ്മന്തി നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്നൊക്കെയാണ് നോക്കാം. 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് സവോള, കുറച്ച് ചുമന്നുള്ളി, ഇച്ചിരി മല്ലിയില, പുളി, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് തേങ്ങ ചിരണ്ടിയത്, കരിയാപ്പല, 4 പത്തലമുളക്. ഇതിൻ്റെ ഒരു പാത്രം വെച്ച് തീ കത്തിച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളകും സവോളയും ഇട്ട് കൊടുത്ത് കരിയാപ്പലയും കൂടെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഒന്ന് മൂത്ത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ആ കൂടെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പത്തലമുളകും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം. ഇതിനകത്തേക്ക് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം. നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന തക്കാളിയും കൂടെ ഇങ്ങോട്ടിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് വഴണ്ട് പോകാത്ത രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ചിരണ്ടി വെച്ചേക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി തേങ്ങ അങ്ങ് ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ആറാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആറി കഴിയുമ്പം അടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ അകത്തിട്ട് ചമ്മന്തി പരുവത്തിനൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല രീതിയിൽ നമ്മൾ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഈ ഡിഷ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ തക്കാളി ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് പറയേണ്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണ്.